ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച അഭിനേത്രിയാണ് ശാരദ. ശാരദയെ ദുഃഖപുത്രി എന്നാണ് മലയാളത്തിൽ വിളിക്കുന്നത്. മലയാളത്തിൽ ദുഃഖപുത്രിയാണെങ്കിലും തെലുങ്കിൽ ബോൾഡായ ഒരുപാട് കഥാപാത്രങ്ങളെ അവർ അവതരിപ്പിച്ചിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥ അടക്കമുള്ള കഥാപാത്രങ്ങളെ തെലുങ്കിൽ അവതരിപ്പിച്ചു ശാരദ. ശാരദയുടെ അഭിനയത്തിൻ്റെ വൈവിധ്യം കാണണമെങ്കിൽ അല്ലെങ്കിൽ വൈവിധ്യം തിരിച്ചറിയണമെങ്കിൽ 2 ചിത്രങ്ങൾ മാത്രം മതി. അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത സ്വയംവരവും തോപ്പിൽ ഭാസി സംവിധാനം ചെയ്ത തുലാഭാരവും. ഈ 2 ചിത്രവും വലിയ ഹിറ്റായി. തുലാഭാരം കണ്ട് കരയാത്തവർ അന്നില്ല. പിൽക്കാലത്ത് ആകാശദൂതൊക്കെ ഇറങ്ങിയെങ്കിലും അതൊക്കെ തുലാഭാരത്തിൻ്റെ ഒരു വികൃതമായ അനുകരണമായി മാറിപ്പോയി. അത്ര നല്ല നടിയായിരുന്നു ശാരദ. സാധാരണ കുടുംബത്തിലാണ് ശാരദ ജനിച്ചത്. അഭിനയിക്കാൻ വേണ്ടി അവർ ഒരുപാടിടങ്ങളിൽ കയറിയിറങ്ങി. അവരെ സിനിമയിലേക്ക് കൊണ്ടുവന്നത് മറ്റാരുമല്ല, മലയാളത്തിലെ അനശ്വര നടൻ സത്യനാണ്. സംഭവം ഇങ്ങനെ: കുഞ്ചാക്കോയും സത്യനും ഒരു സിനിമയുടെ സെറ്റിൽ വെടി പറഞ്ഞിരിക്കുന്നു. തമാശയ്ക്കെന്ന് പറയുന്ന വെടിയെന്നാണ്, വെടി പറഞ്ഞിരിക്കുന്നു. ശാരദയും ശാരദയുടെ അമ്മയും അവിടെ എത്തുന്നു. തെലുങ്കിൽ ചില ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ടെന്നും മലയാളത്തിൽ അവസരം വേണമെന്നും പറഞ്ഞാണ് ശാരദ അവിടെ എത്തിയത്, ശാരദ അമ്മ അവിടെ എത്തിയത്. സത്യൻ അടിമുടി ശാരദയെ നോക്കി. ഒരു സിനിമാ നടിക്ക് വേണ്ട സൗന്ദര്യമൊന്നും മുഖത്തില്ലെങ്കിലും ശരീരത്തിൻ്റെ വടിവ് അത് സത്യൻ ശ്രദ്ധിച്ചു. അതുകൊണ്ട് തന്നെ സത്യൻ ഒരു കമൻറ്റ് പാസ്സാക്കി: ഇവൾ പടക്കുതിരയാകും മലയാള സിനിമയിൽ. സത്യൻ്റെ കമൻറ്റ് യാഥാർത്ഥ്യമായി മാറി. സത്യനും ശാരദയും തമ്മിൽ അഭിനയിക്കുമ്പോൾ നല്ല കെമിസ്ട്രി ഉണ്ടായിരുന്നു. അക്കാലത്ത് വലിയ തോതിൽ ശരീരപ്രദർശനം കാണിക്കാത്ത നടിയായിരുന്നു ശാരദ. പക്ഷേ സത്യൻ്റെ മുമ്പിൽ ആ പിടിവാശിയൊക്കെ ശാരദ ഉപേക്ഷിച്ചു. മിടുമിടുക്കി എന്ന ചിത്രത്തിൽ സത്യനുമൊത്ത് കുളിസീനിൽ ശാരദ അഭിനയിച്ചു. ശാരദയുടെ ശരീരത്തിൻ്റെ വടിവുകളൊക്കെ ഒപ്പിയെടുത്തു ആ കുളിസീനിൽ സംവിധായകൻ. ആ കുളിസീനുമായി ബന്ധപ്പെട്ട് പ്രശസ്തമായ ഒരു പാട്ടുമുണ്ട്, പൊന്നും തരിവള എന്ന പാട്ട്. ശ്രീകുമാരൻ തമ്പിയും ബാബുരാജും ചേർന്നാണ് മിടുമിടുക്കിയിലെ ഗാനങ്ങൾ ഒരുക്കിയത്. അതിൽ അകലെ അകലെ നീലാകാശം എന്ന ഗാനം എവർഗ്രീൻ ഹിറ്റാണ്. എല്ലാ കാലത്തെയും പ്രേക്ഷകർ നെഞ്ചിലേറ്റുന്ന ഗാനം. മിടുമിടുക്കി വലിയ ഹിറ്റായി മാറി. മിടുമിടുക്കി ഹിറ്റായതിന് പിന്നിൽ ശാരദയുടെ മേനി പ്രദർശനത്തിന് വലിയൊരു പങ്കുണ്ടായിരുന്നു. സത്യനും ശാരദയും കുളിമുറി, അന്നത്തെ കുളിമുറി എന്ന് വെച്ചാൽ മറ്റേ ഓല മേഞ്ഞ കുളിമുറിയാണ്, ഓല മേഞ്ഞുണ്ടാക്കിയ കുളിമുറി, ഓല കെട്ടിടമാണ്. സത്യനും ശാരദയും അതിനകത്ത് വെച്ച് പ്രണയ സല്ലാപത്തിൽ ഏർപ്പെടുന്ന രംഗം. ആ രംഗം കാണാനാണ് ഒരു വിഭാഗം പ്രേക്ഷകർ ഇടിച്ചു കയറിയത്. മിടുമിടുക്കി നല്ല ചിത്രമായിരുന്നു. പക്ഷെ ആ രംഗം കൂടി ആയപ്പോൾ മിടുമിടുക്കിയുടെ മൈലേജ് കൂട്ടി. സത്യൻ്റെ അഭിനയ ജീവിതത്തിലെ വലിയ ഹിറ്റായി മിടുമിടുക്കി മാറി. നസീറിൻ്റെ നായികയായും ശാരദ എത്തിയിട്ടുണ്ട് നിരവധി ചിത്രങ്ങളിൽ. പക്ഷേ നസീറിൻ്റെ നായികയായി ശാരദ അഭിനയിച്ച ഏറ്റവും മികച്ച ചിത്രം തുലാഭാരമാണെന്ന്. നായികാ പ്രാധാന്യമുള്ള ചിത്രം. വല്ലാത്തൊരു അനുഭവത്തോടു കൂടി മാത്രമേ തുലാഭാരം നമുക്ക് കണ്ടു തീർക്കാനാവൂ. അതിലൂടെ ദുഃഖപുത്രിയാണ് താനെന്ന് ശാരദ തെളിയിച്ചു. ആ ചിത്രത്തിലൂടെയാണ് ദുഃഖപുത്രി എന്ന ഇമേജ് ശാരദയ്ക്ക് വരുന്നത്. പിന്നീട് ശാരദയ്ക്ക് മലയാളത്തിൽ ഒരുപാട് ചിത്രങ്ങൾ ലഭിച്ചു. ആ ചിത്രങ്ങളിലെല്ലാം കാർത്തിക അടക്കമുള്ള ചിത്രങ്ങളൊക്കെ ലഭിച്ചു. ആ ചിത്രങ്ങളെല്ലാം ശാരദയുടെ അഭിനയ തികവ് കൊണ്ട് വേറിട്ട ചിത്രങ്ങളായിരുന്നു. സത്യൻ മാഷിനെ ഗുരുതുല്യനായിട്ടാണ് ശാരദ കണ്ടിരുന്നത്. കാരണം ആദ്യം കണ്ടപ്പോൾ തന്നെ സത്യൻ മാഷ് പറഞ്ഞു, പടക്കുതിരയെ പോലെ കുതിച്ചു പായുന്നു. ആ പ്രവചനം തെറ്റിയില്ല എന്നുള്ളതാണ്. മലയാളത്തിൽ നിന്ന് തമിഴിലെത്തിയപ്പോഴും ശാരദ വിജയിച്ചു. തെലുങ്കിലും അവർ തൻ്റേതായ സാമ്രാജ്യം സ്ഥാപിച്ചു. സാധാരണ കുടുംബത്തിൽ നിന്ന് ജനിച്ച അവർ രാഷ്ട്രീയക്കാരിയായി, MP ആയി, ബിസിനസ്സുകാരിയായി, അങ്ങനെ പല തരത്തിൽ വളർന്നു. ഒരു ബിസിനസ് കമ്പനി തന്നെ ഇപ്പോൾ അവർക്കുണ്ട്. അവരെ ഇപ്പോൾ തെലുങ്കർ ഒരുപാട് ബഹുമാനിക്കും. മലയാളത്തിൽ അവർ ഏറ്റവും ഒടുവിൽ അഭിനയിച്ച ചിത്രം രാപ്പകലാണ്. മമ്മൂട്ടിയുടെ
മമ്മൂട്ടിയുമായി. അതിലും അവർ അവരുടെ അഭിനയ ശൈലി തെളിയിച്ചു. മലയാളം വഴങ്ങാത്ത ശാരദ മലയാള ഡയലോഗുകൾ തെലുങ്കിലാക്കി പഠിച്ചാണ് അഭിനയിച്ചിരുന്നത്. ഒരു കഥാപാത്രത്തെ അവർ സ്വീകരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു കഥാപാത്രം അവർക്ക് ലഭിക്കുമ്പോൾ, ആ കഥാപാത്രത്തിൻ്റെ എല്ലാ പ്രത്യേകതകളും മനസ്സിലാക്കിയാണ് അവർ അഭിനയിച്ചിരുന്നത്. അക്കാലത്ത് സ്ക്രിപ്റ്റ് മുഴുവൻ പ്രധാന നടീനടന്മാർ ഒരുമിച്ചിരുന്ന് വായിക്കുകയും ആ സ്ക്രിപ്റ്റിൻ്റെ ഗരിമയനുസരിച്ച്, ആ സ്ക്രിപ്റ്റിൻ്റെ ഹൃദയതാളമനുസരിച്ച് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുകയും ചെയ്യും. ഇപ്പോൾ സിനിമ മാറി. ഇപ്പോൾ സ്ക്രിപ്റ്റൊന്നും നേരത്തെ ആരുടെ കയ്യിലും കൊടുക്കാറില്ല. ഇപ്പോൾ ഒരു ചിത്രത്തിൻ്റെ കഥ പോലും പുറത്തു വിടാറില്ല. പണ്ടങ്ങനെയല്ല. ചിത്രത്തിൻ്റെ കഥ നേരത്തെ തന്നെ പുറത്തു വിടുമായിരുന്നു. ചിത്രം ഇറങ്ങുന്നതിന് മുമ്പ് ചിത്രത്തിൻ്റെ തിരക്കഥ പ്രസിദ്ധീകരിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഞാൻ പറയുന്നത് ഒരു കാലത്ത് പ്രേക്ഷകർക്ക് മനസ്സിലാകും. നാനാ സിനിമാ വാരികയാണ് അതിന് തുടക്കം കുറിച്ചത്. ഒരു ചിത്രം റിലീസാകുന്നതിന് മുമ്പ് ആ ചിത്രത്തിൻ്റെ തിരക്കഥ പ്രസിദ്ധീകരിച്ചു തുടങ്ങും. അത് പ്രേക്ഷകർ വായിച്ച് ആവേശം കൊള്ളും. അത് ചിത്രത്തിന് വലിയ മൈലേജായി മാറും. നാനാ സിനിമാ വാരിക അങ്ങനെ ഒരു തുടക്കം കുറിച്ചപ്പോൾ അത് വലിയ ഹിറ്റായി മാറി. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ തിരക്കഥ വെളിവിടില്ല. പ്രധാന നടീനടന്മാർക്കല്ലാതെ, സൂപ്പർ താരങ്ങൾക്കല്ലാതെ മറ്റാർക്കും ആ തിരക്കഥയുടെ ഉള്ളൊഴുക്ക് അറിയപ്പെടാൻ പറ്റില്ല. അത്രയേറെ സിനിമ മാറി. കാലം മാറുന്നതനുസരിച്ച് സിനിമയും മാറി. സത്യനും ശാരദയും പ്രേം നസീറും ഒക്കെ സിനിമയിലെ പ്രൊഡക്ഷൻ ബോയ്മാർക്കൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. അത് മലയാള സിനിമയുടെ ഒരു നിത്യസുന്ദര കാലമായിരുന്നു. പറഞ്ഞു വന്നത് ശാരദയെ പറ്റിയാണ്. ശാരദ നിരവധി തവണ ദേശീയ അവാർഡുകൾ കരസ്ഥമാക്കിയ നടിയാണ്. അവരുടെ ഏറ്റവും മികച്ച ചിത്രമായി അവരിന്നും കാണുന്നത് തുലാഭാരത്തെയാണ്. തുലാഭാരത്തിലൂടെ നസീർ വ്യത്യസ്തമായ ഒരു വേഷമാണ് അവതരിപ്പിച്ചത്. ഒരു തൊഴിലാളി നേതാവിൻ്റെ വേഷം. തുലാഭാരം ഇപ്പോൾ കാണുമ്പോഴും നമ്മുടെ ഹൃദയം ഒരു പരിക്കൻ കൈകൊണ്ട് ഞെരിച്ചു ഉടയ്ക്കുന്നത് പോലെയുള്ള ഒരു അനുഭവമുണ്ട്. എൻ്റെ ആ ക്ലൈമാക്സ് രംഗം അതൊക്കെ വളരെ മനോഹരമാണ്. ശാരദയല്ലാതെ മറ്റേത് നടിയായാലും ആ രംഗം ഇത്രയേറെ അഭിനയിച്ച് ഫലിപ്പിക്കാൻ ആവില്ല. മിടിമിടിക്ക് ശേഷം ശാരദ ഒരു ചിത്രത്തിലും സെക്സി ആയിട്ടില്ല. കുളിസീനിലൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അതൊക്കെ ശരീര പ്രദർശനത്തിന് വിധേയമാകാതെ, അപ്പോഴൊക്കെ ശരീര പ്രദർശനത്തിന് വിധേയമാകാതെ ശാരദ വളരെ കരുതലോടെ നീങ്ങി. മിടിമിടിക്കിയിലെ പൊന്നും തരിവിള എന്ന ഗാനരംഗത്തിൽ അഭിനയിച്ചതിൽ ശാരദയ്ക്ക് ഒരു കുറ്റബോധവുമില്ലായിരുന്നു. കാരണം ശാരദ തൻ്റെ എല്ലാമെല്ലാമായി കരുതുന്ന, തൻ്റെ ഗുരുതുല്യനായി കരുതുന്ന സത്യം മാഷുമൊത്താണ് ആ രംഗത്തിൽ അഭിനയിച്ചത്. പിന്നീട് സത്യൻ്റെ ഒരുപാട് ചിത്രങ്ങളിൽ ശാരദ നായികയായി മാറി. ത്രിവേണി അടക്കമുള്ള ചിത്രങ്ങളിൽ സത്യന് നായികയായി ശാരദയെത്തി. കാർത്തിക അടക്കമുള്ള ചിത്രം. അങ്ങനെ ശാരദയും സെക്സിയായി അഭിനയിച്ച ഒരു ചിത്രമുണ്ടായിരുന്നു. അത് പറയാനാണ് സിനിമ കേരള വന്നത്. സിനിമാ ചരിത്രത്തിൽ ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കൗതുകങ്ങൾ ഉണ്ടാകും. ആ കൗതുക ചെപ്പ് സിനിമ കേരള എപ്പോഴും പ്രേക്ഷകർക്ക് മുമ്പിൽ തുറന്നു വയ്ക്കും.